നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ സൂര്യദശാകാലത്തിൽ സൂര്യൻ മേടം മുതൽ മീനം വരെയുള്ള രാശികളിൽ നിന്നുള്ള പൊതുഫലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ഈ വീഡിയോയിൽ സൂര്യൻ ബന്ധുക്ഷേത്രത്തിലും ശത്രുക്ഷേത്രത്തിലും സമക്ഷേത്രങ്ങളിലുമെല്ലാം തന്നെ നിന്നാലുള്ള ഫലങ്ങളെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. ബന്ധുക്ഷേത്രങ്ങളായിരിക്കുന്ന അഥവാ മിത്രക്ഷേത്രങ്ങളായിരിക്കുന്ന വൃശ്ചികം, കർക്കിടകം, ധനു, മീനം എന്നീ രാശികളിലാണ് ജാതകത്തിൽ സൂര്യൻ നിൽക്കുന്നത് എങ്കിൽ ആ സൂര്യൻ്റെ ദശാകാലത്തിൽ ഭൃത്യന്മാർ, ബന്ധുക്കൾ, പുത്രന്മാർ, രാജാവ് ഇവരിൽ നിന്നും സൽക്കാരങ്ങളും അംഗീകാരങ്ങളുമെല്ലാം തന്നെ ലഭിക്കും. അഥവാ ഇവരിൽ നിന്നും അനേക വിധത്തിലുള്ളതായിരിക്കുന്ന ഗുണങ്ങൾ ലഭ്യമാകും. സ്വന്തമായ വീട്ടിൽ താമസിക്കാനുള്ളതായിരിക്കുന്ന ഭാഗ്യവും ഇഷ്ടബന്ധുജന സമാഗമവും വാഹനലാഭവും വിശേഷ വസ്ത്രാഭരണ സിദ്ധിയും ഫലമാണ്. ഉച്ചരാശിയായ മേടം രാശിയിലാണ് സൂര്യൻ നിൽക്കുന്നതെങ്കിൽ ഭൂമി, ധനം, പുത്രൻ, കീർത്തി, ശൗര്യം മുതലായ ഗുണങ്ങൾ ലഭിക്കുകയും രാജാവിൽ നിന്നും ബഹുമതി സിദ്ധിക്കുകയും സഞ്ചാരവും വിനോദവും ധനപരമായ അഭിവൃദ്ധിയും വാഹനലാഭവും ഫലമാണ്. പരമോച്ചസ്ഥനാണ് സൂര്യനെങ്കിൽ ശുഭഫലത്തിന് പൂർണ്ണതയും അല്ല എങ്കിൽ ഒരല്പം കുറവും പറയാവുന്നതാണ്. സമക്ഷേത്രങ്ങളായിരിക്കുന്ന മിഥുനം, കന്നി എന്നീ രാശികളിലാണ് സൂര്യൻ നിൽക്കുന്നത് എങ്കിൽ ആ സൂര്യൻ്റെ ദശാകാലത്തിൽ കൃഷി, ധനധാന്യങ്ങൾ, പശു വൃഷഭാദികൾ, വാഹനങ്ങൾ, ദേഹസൗഖ്യം തുടങ്ങിയവയെല്ലാം തന്നെ സമഫലമായിരിക്കും. സ്ത്രീകൾക്കും സന്താനങ്ങൾക്കും ദോഷങ്ങളും യുദ്ധസമാനമായിരിക്കുന്ന പലവിധത്തിലുള്ളതായിരിക്കുന്ന ഉപദ്രവങ്ങൾ അനുഭവിക്കാൻ ഇടയാകുകയും ഫലമാണ്. സ്വക്ഷേത്രമായ അഥവാ സ്വന്തം വീടായ ചിങ്ങം രാശിയിലാണ് സൂര്യൻ്റെ സ്ഥിതിയെങ്കിൽ പല വിധത്തിലുള്ളതായിരിക്കുന്ന മാർഗങ്ങളിൽ കൂടി ധാരാളം ധനങ്ങൾ ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ചും രാജാക്കന്മാരിൽ നിന്നോ ക്രൂരത കൊണ്ടോ മാർഗസഞ്ചാരം കൊണ്ടോ ധനാഗമം ഉണ്ടാകും. വലുതായ പ്രശസ്തിയും തൊഴിൽപരമായ ഉന്നതിയും തീക്ഷ്ണമായ സ്വഭാവവും സ്വന്തം കർമ്മമണ്ഡലത്തിൽ വലുതായ താല്പര്യവും ഉണ്ടാകുന്നതാണ്. ശത്രുക്ഷേത്രങ്ങളായിരിക്കുന്ന എടവം, കുംഭം, മകരം എന്നീ രാശികളിലാണ് സൂര്യൻ നിൽക്കുന്നത് എങ്കിൽ ആ സൂര്യൻ്റെ ദശാകാലത്തിൽ പലതരത്തിലുള്ളതായിരിക്കുന്ന ദുഃഖങ്ങളും ധനത്തിനും ഭാര്യാപുത്രാദികൾക്കും വിഷമതയും രാജാക്കന്മാരാലോ ശത്രുക്കളാലോ കള്ളന്മാരാലോ അഗ്നിയാലോ ഉപദ്രവങ്ങളും കോടതി, പോലീസ് കേസ് തുടങ്ങിയവയും ബന്ധുജനങ്ങളുടെ വിരോധവും ഉന്മാദവും വിഷാദവും ഫലമാകുന്നു. നീചരാശിയായ തുലാം രാശിയിലാണ് സൂര്യൻ്റെ സ്ഥിതിയെങ്കിൽ രാജകോപം നിമിത്തം അഭിമാനക്ഷയം ഉണ്ടാക്കും. കൂടാതെ ധനനാശവും വേണ്ടപ്പെട്ടതായ വ്യക്തികളിൽ നിന്നും വിഷമതകളും ബന്ധുജന വിയോഗ ദുഃഖവും അധപ്പതനവും അപകീർത്തിയും ഫലമാണ്. തുലാം രാശിയിൽ തന്നെ പരമനീചത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് എങ്കിൽ ദോഷം ഒന്നുകൂടി വർദ്ധിക്കുന്നതാണ്. നീചഭംഗം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഈ പറഞ്ഞ ദോഷങ്ങൾക്ക് പകരം ഗുണങ്ങളാകും അനുഭവത്തിൽ വരിക. ശുഭഗ്രഹങ്ങൾ സൂര്യനെ ദൃഷ്ടി ചെയ്യുകയോ അല്ലെങ്കിൽ സൂര്യനോടുകൂടി ചേരുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ സൂര്യദശാകാലം പൊതുവിൽ അനുകൂലമായിരിക്കും. മറിച്ച് പാപഗ്രഹങ്ങളുടെ യോഗദൃഷ്ടിയാണ് സൂര്യന് ഉള്ളതെങ്കിൽ കഷ്ടതയാണ് ഫലം. കൂടാതെ ആരോഹിണി, അവരോഹിണി, അതിശത്രു, അതിബന്ധു, മൗഢ്യം, വക്രം, ഉച്ചാംശകം, നീചാംശകം തുടങ്ങിയ അവസ്ഥകൾ കൂടി കണക്കിലെടുത്ത് വേണം ശരിയായ ഫലനിർദ്ദേശത്തിൽ എത്തിച്ചേരുവാൻ. അടുത്ത വീഡിയോയിൽ സൂര്യൻ ഓരോ ഭാവങ്ങളിലും നിന്നാലുള്ള ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. നന്ദി, നമസ്കാരം.